പ്രസവശേഷമുള്ള ആദ്യ രാത്രിയും ഭർത്താവിൻ്റെ ആക്രാന്തവും. രചന വിജയ് സത്യ. ഏട്ടാ, ഒന്ന് വേഗം കഥ തുറക്കുമോ? ഏ? റൂമിന് പുറത്തു നിന്നും സഹോദരി വിളിക്കുന്നു. എന്താ മോളെ? അവൻ കതക് തുറന്നു. അവൾ നാണിച്ച് അകത്ത് കയറി. ഏട്ടാ, ചേച്ചിയുടെ ഈ അലമാര ഒന്ന് തുറക്കുമോ? എന്താ മോളെ കാര്യം? അവൾ തലകുനിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒന്ന് തുറക്കൂ ഏട്ടാ. അപ്പോഴേക്കും ഭാര്യയുടെ ഫോൺ വന്നു. രാഹുൽ അത് അറ്റൻഡ് ചെയ്യുന്നത് കണ്ടപ്പോൾ പെങ്ങൾക്കുട്ടിക്ക് സന്തോഷമായി. എന്താടി? രാഹുൽ ഭാര്യയോട് ചോദിച്ചു. ഏട്ടാ, ആ അലമാര ഒന്ന് തുറന്നു കൊടുക്കൂ. വിവിനയ്ക്ക് മെൻസ്ട്രേഷൻ. അവളുടെ നാഫ്കിൻ തീർന്നിരിക്കുകയാണ്. ഈ പാതിരാത്രിയിൽ എവിടെ പോകാനാണ്? ഞാൻ എൻ്റെ അലമാരയുടെ അടിയിലെ തട്ടിൽ അതുണ്ട്. അവളതെടുത്തോളും. ഒന്ന് തുറന്നു കൊടുത്തേക്ക്. ഇത്രയും പറഞ്ഞ് ഭാര്യ ഫോൺ കട്ട് ചെയ്തു. അലമാരി തുറന്നു കൊടുത്തപ്പോൾ അവളതെടുത്തുകൊണ്ട് ചിരിച്ച് ഓടി. ഈ പെണ്ണുങ്ങളുടെ ജീവിക്കാനുള്ളൊരു ബുദ്ധിമുട്ടേ. അവൻ ചിരിച്ചു. അപ്പോഴേക്കും ഭാര്യ വീണ്ടും വിളിച്ചു. കൊണ്ടുപോയോ? ഏട്ടാ, നാളെ ഓഫീസിൽ പോകുന്നുണ്ടോ? പിന്നെ പോകാതെ? ഞാൻ നാളെ മോനും കൊണ്ട് അങ്ങോട്ട് വരികയല്ലേ, ലീവാക്കിക്കൂടെ? ഓഫീസിൽ പിടിപ്പത് ജോലിയാ. ഒരു ഫയൽ ഒക്കെ മോളിൽ കൊടുക്കാനുണ്ട്. അമ്മ കൂട്ടാൻ വരുന്നുണ്ടല്ലോ. പിന്നെ ഞാനെന്തിനാ ഈ കാര്യത്തിന്? ഏട്ടാ, ഓക്കെ, ഞാൻ വന്നോളാം. പിന്നെ മറ്റന്നാൾ എന്നെ അപ്രൈസർ അടുത്ത് കാതുകുത്താൻ കൊണ്ടുപോകണം. അതിന് നമ്മൾക്ക് മോനല്ലേ, മോളല്ലല്ലോ. മോളാണെങ്കിൽ പിന്നെ കാതുകുത്തേണ്ടത് 5-ാം വയസ്സിലല്ലേ. മോനല്ല, മോൾക്കുമല്ല, എനിക്ക്. നിനക്ക് കാത് കുത്തിയതാണല്ലോ. മാത്രമല്ല, വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അല്ലേ മൂക്കുത്തിയിട്ടത്. ഇനി എന്താ കുത്താനാ? അതൊക്കെ ശരി തന്നെ. കാതിൻ്റെ മുകളിൽ 2 സ്റ്റഡിന് വേണ്ടിയിട്ട്. ഇപ്പോൾ സ്റ്റഡ് ഇടുന്നത് ഫാഷനാണ്. ഓ, അത് ശരി. അന്ന് മൂക്കുത്തി ഇടാൻ ചെന്നപ്പോൾ അടി കൂടേണ്ടതായിരുന്നു. ആ പ്രൈസർ നിൻ്റെ കവിളിൽ പിടിച്ച് മൂക്കുത്താൻ തുടങ്ങിയപ്പോൾ. ഇനി ചെവിയിലും പിടിക്കും. കഷ്ടം. ഞാൻ വരുന്നില്ലടി. വിവിനെയും കൂട്ടി നീ ചെന്നാൽ മതി. അവൾക്ക് ക്ലാസ് ഉണ്ടല്ലോ. നമുക്ക് പോവാൻ ചേട്ടാ, പ്ലീസ്. കലിപ്പനാണെങ്കിലും അവളുടെ കൊഞ്ചൽ കേട്ടാൽ പിന്നെ രാഹുൽ ഫ്ലാറ്റ്. അപ്പോഴേക്കും രാഹുൽ ഒരലവലാതി ഫ്രണ്ടിൻ്റെ വീഡിയോ മെസ്സേജ് വാട്സാപ്പിൽ വന്നു. രാഹുൽ അത് തുറന്നു നോക്കി. അമ്മോ, ചില പാശ്ചാത്യ സ്ത്രീകൾ സ്റ്റഡ്, റിങ് തുടങ്ങിയവ ചുണ്ടിനും മാറത്തും പൊക്കിളിനും അവിടുന്ന് താഴോട്ടും ഒക്കെ ഇട്ടിട്ടുള്ള വീഡിയോ. ഈശ്വര, ഇതൊക്കെ തൻ്റെ ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ട തീർന്നു. ഇടണമെന്ന് വാശി പിടിച്ചാൽ അവളുടെ ശ്രദ്ധയിൽപ്പെടലേ ഈ നശിച്ചതൊന്നും എന്ന പ്രാർത്ഥനയോടെ രാഹുൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ആ അലവലാതി ഫ്രണ്ടിനെ ബ്ലോക്ക് ചെയ്ത് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ രാഹുൽ ഓഫീസിൽ പോയി. രാഹുലിൻ്റെ അമ്മയും രാവിലെ തന്നെ ചിലങ്കയെ മോനെയും കൂട്ടിക്കൊണ്ടു വന്നു. ചിലങ്ക കുഞ്ഞുവാവയുടെ തുണിയൊക്കെ അലക്കിപ്പിഴിഞ്ഞ് നടുവൊന്ന് നിവർത്തിയപ്പോൾ ഹാമോ, വല്ലാത്ത വേദന. പ്രസവിക്കേണ്ടായിരുന്നു. ബക്കറ്റിലിട്ട തുണിയൊക്കെ എടുത്തു കൊണ്ടുപോയി അയയിലിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ദൂരെ വീടിന് മുന്നിലൂടെ പോകുന്ന ഓരം ചേർന്ന പൊന്നമ്മ ചേച്ചി നടന്നു പോകുന്നത് കണ്ടത്. ചിലങ്കയെ കണ്ട് അവളെ തന്നെ തുറിച്ചു നോക്കി. അവളെ തുറിച്ചു നോക്കി നിൽക്കുന്നതല്ലാതെ ഒന്നും ചോദിച്ചില്ല. അവൾ ചിരിച്ചു കാണിച്ചു. പക്ഷെ പൊന്നമ്മ ചേച്ചി തിരിച്ച് ചിരിച്ചില്ല. എന്തോ തന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു ചിലങ്കയ്ക്ക് തോന്നി. അവൾ ബക്കറ്റ് എടുത്ത് കഴുകി വെച്ച് നേരെ വീട്ടിനകത്ത് കയറിപ്പോയി. നേരെ കുഞ്ഞുവാവയെ കിടത്തിയ ബെഡ്റൂമിലേക്ക് പോയി. എന്താ കുഞ്ഞുവാവേ, മോനെ ഇങ്കം കഴിക്കേണ്ടേ? ഇതെന്തൊരു ഉറക്കമാ? അമ്മയുടെ കൊഞ്ചൽ കേട്ടുകൊണ്ട് അവൻ ഉണർന്നു. ഉണർന്ന് അവൻ്റെ ഉണ്ട കണ്ണുകൾ കൊണ്ട് അമ്മച്ചിയെ തുറിച്ചു നോക്കി. പിന്നെ കാല് 2 ഇട്ട് ഇളക്കി ചുരുട്ടി പിടിച്ച കൈ 2 മേൽപോട്ട് ഉയർത്തി ഒന്ന് മൂരി നിവർന്നു. അമ്മയെ നോക്കി ഒരുള്ളം ചിരി ചിരിച്ച് അവൻ്റെ ചിരി കണ്ടപ്പോൾ അമ്മയും തലയാട്ടി ചിരിച്ചു. അവൻ അമ്മയുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് പിന്നെ അടഞ്ഞു വരുന്ന കണ്ണുകൾ പെട്ടെന്ന് അടഞ്ഞ് ഉറക്കത്തിലേക്ക് പോയി. മോൻ്റെ ഉറക്കം തെളിഞ്ഞിട്ടില്ല. ചിലങ്കക്ക് മനസ്സിലായി. ഉറങ്ങിക്കോ, നിനക്ക് ഇപ്പോഴാണ് രാത്രി അല്ലേ? എന്നിട്ട് വേണം പാവം ഈ അമ്മയെ രാത്രി കിടത്തി ഉറപ്പിക്കാതിരിക്കാൻ. അല്ലടാ കള്ള, അതിന് വേണ്ടിയിട്ടല്ലേ നിൻ്റെ ഈ പകലുറക്കം? കോച്ചു തെമ്മാടി.
അപ്പോഴേക്കും വൈബ്രേഷൻ മോഡിലുള്ള അവളുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്തു തുടങ്ങി. ഫോൺ എടുത്തു നോക്കി. രാഹുലേട്ടൻ ഓഫീസിൽ നിന്നും വിളിക്കുന്നതാണ്. അയ്യോ, വീഡിയോ കോളിലാണല്ലോ. എന്താ, എനിക്ക് വീഡിയോ കോളിലൂടെ വന്നൂടെ? നീ എത്തിയോ വീട്ടിൽ? ഞാൻ 10 മണിക്ക് എത്തി ചേട്ടാ. മോനെന്ത് ചെയ്യുകയാണ്? ദേ നോക്ക്, അവൻ എന്നത്തെ പോലെയും തൊട്ടിൽ സുഖമായി ഉറങ്ങുകയാണ്. അറിയാലോ, അവനിപ്പോൾ രാത്രിയാണ്. ഇനി നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ അവന് ഒരു 10 മണിയാകുമ്പോൾ അവൻ ഉഷാറാകും. പിന്നെ നേരം വെളുക്കും വരെ കളിയും ചിരിയും കരച്ചിലും പാല് കുടിക്കലും. ഈ അമ്മച്ചിയെ നേരെ കിടത്തി ഉറക്കൂല. കുറേ നാളായല്ലോ ഏട്ടൻ സുഖമായി രാത്രി കിടന്നുറങ്ങുന്നത്. ഇനി ഏതായാലും ഞാൻ കുറച്ച് അവൻ്റെ കലാപരികൾ കണ്ട് അനുഭവിക്കുക. ഞാൻ മൈൻഡ് ചെയ്യില്ല. ഇനി വേണം എനിക്ക് സ്വസ്ഥമായി സുഖമായി കിടന്നുറങ്ങാൻ. നിങ്ങൾ അച്ഛനും മോനും എന്താന്ന് വെച്ചാൽ ചെയ്തോ. അതും പറഞ്ഞ് ചിലങ്ക വീഡിയോ കോളിൻ്റെ ക്യാമറ തൊട്ടിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞു വാവയുടെ നേരെ പിടിച്ച് അവനെ രാഹുലിന് കാണിച്ചു. അത് കേട്ട് രാഹുൽ ചിരിച്ചു. ഞാൻ ഊണ് കഴിച്ചിട്ട് വിളിക്കാം. ഇപ്പോൾ ലഞ്ച് ടൈമല്ലേ, നീ വല്ലതും കഴിച്ചോ? അമ്മ എവിടെയാണുള്ളത്? അമ്മ അടുക്കളയിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഫുഡ് റെഡിയാക്കി. അതിനുശേഷം ഞാൻ മുഷിഞ്ഞ മോൻ്റെ ഉടുപ്പുകളൊക്കെ അലക്കി ഉണക്കാനിട്ടു. ഇപ്പോൾ അകത്ത് കയറി വന്നതേ ഉള്ളൂ. ശരി, എങ്കിൽ ഞാൻ വെക്കട്ടെ. രാഹുൽ ഫോൺ വെച്ചു. ചിലങ്ക അടുക്കളയിലേക്ക് ചെന്നു. രാഹുൽ വൈകിട്ട് ഓഫീസിൽ കഴിഞ്ഞ് വീട്ടിനടുത്തുള്ള കവലയിൽ ബസ് ഇറങ്ങി. ബാലേട്ടൻ്റെ സ്റ്റേഷനറി സ്റ്റോറിൽ നിന്ന് അമ്മ രാവിലെ നൽകിയ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ വാങ്ങി പുറത്തിറങ്ങവേ ആണ് പൊന്നമ്മ ചേച്ചിയെ കണ്ടത്. അല്ല രാഹുൽ മോനെ, എടാ നിൻ്റെ വീട്ടിൽ ആരാണ് ഒരു പെണ്ണ്? അത് എൻ്റെ ഭാര്യ ചിലങ്ക. ചിലങ്ക പെട്ടെണ്ണീറ്റ് വന്നോ? നിരന്ത് പോലുള്ള ആ പെണ്ണ് എങ്ങനെയാണ് ഇത്രയും വണ്ണം വെച്ചത്? ഈശ്വര, ചിലങ്കയ്ക്ക് കണ്ണ് പെട്ടത് തന്നെ. രാഹുൽ മനസ്സിലോർത്തു. എന്നിട്ട് പറഞ്ഞു, അത് പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്ന നീരായിരിക്കും ചേച്ചി. ആയിരിക്കും. ഞാൻ ഉച്ചയ്ക്ക് അതിലെ വരുമ്പോൾ കണ്ടിരുന്നു. പക്ഷെ അവളാണെന്ന് കരുതിയില്ല കേട്ടോ. ഞാനാണെങ്കിൽ മിണ്ടിയിട്ട് പോലുമില്ല. വേറെ ആരാണെന്ന് കരുതി. ആ കൊച്ചെന്ത് കരുതി കാണും. അതൊന്നും സാരില്ല ചേച്ചി, ഇനി കാണുമ്പോൾ മിണ്ടാലോ. അതും പറഞ്ഞ് രാഹുൽ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയ രാഹുലിന് ചിലങ്കയെ കണ്ടപ്പോൾ മനസ്സിലായി, പൊന്നമ്മ ചേച്ചി പറഞ്ഞത് സത്യത്തിൽ ശരിയാ. ചിലങ്ക നന്നായി വണ്ണം വച്ചിട്ടുണ്ട്. രാഹുൽ മോനെടുത്ത് കുറേ ലാളിച്ചു. അന്ന് രാത്രി അവൻ അവളോട് പറഞ്ഞു, സത്യത്തിൽ എനിക്ക് ഇന്ന് ആദ്യ രാത്രിയാണ്. അതെന്താ? അന്നത്തെ ആദ്യ രാത്രി പൊന്നമ്മ ചേച്ചി പറഞ്ഞതുപോലെ വെറും ഒരു നരന്ത് പെണ്ണായിരുന്നല്ലോ നീ. ശരിക്കും വേറൊരു പെണ്ണായിട്ടുണ്ട്. ആണോ? അവൾ മുഖം പൊത്തി ചിരിച്ചു. പിന്നെ ഒരു കാര്യം, എൻ്റെ കാതിന് സ്റ്റഡ് കുത്തിത്തരണം കേട്ടോ. അവൻ മൂളി. ചേട്ടാ, ഇന്ന് എന്താണ് അവ വാവ ഉറങ്ങുന്നത്? നിങ്ങളുടെ ഭാഗ്യം. ആണോടി? അവൻ്റെ അപ്പൻ്റെ മനസ്സറിയാം. ഈ അപ്പൻ എത്ര നാളായി അമ്മയെ കണ്ടിട്ട് എന്ന്. അതുകൊണ്ട് അവൻ ഉറങ്ങുന്നത്. വാ. അതും പറഞ്ഞ് ആക്രാന്തത്തോടെ അവൻ അവളെ കെട്ടിപ്പിടിച്ചു. നിക്ക്, ഇനി ഒരു ആദ്യ രാത്രി കൂടി ഉണ്ടാകും. അവൻ ഞെട്ടിപ്പോയി. എന്നിട്ട് ചോദിച്ചു, അതെങ്ങനെ? അവൾ മൊബൈൽ ഫോണിൽ നിന്നും തടിച്ചു പൊണ്ണത്തടിയായ അവളുടെ അമ്മയുടെ ഇമേജ് എടുത്ത് കാണിച്ചു പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ പാരമ്പര്യമായി വാർദ്ധക്യത്തിൽ സ്ത്രീകൾ എത്തുമ്പോഴുള്ള രൂപം. ഇനി ഈ സ്ത്രീയെ കൂടി കാണേണ്ടി വരും നിങ്ങൾ. രാഹുൽ അത് കണ്ട് പൊട്ടിച്ചിരിച്ചു. തലയിൽ കൈവച്ചുപോയി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.